കുട്ടിമണിയെ ഞാനിവിടെ വരുത്തും. രവി കുട്ടിമണിയെ തിരികെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സുഭദ്ര. കുട്ടിമണിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നീതു ശ്രമിക്കുന്നു. മതികല ശിവയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പോലീസിന് ലഭിക്കുന്നു. ബാലന്റെ പദ്ധതി പ്രകാരം കുഞ്ഞുമണിയെ CI മുംതാസ് സീതയുടെ കയ്യിൽ നിന്നും ബലമായി വാങ്ങുന്നു. കുട്ടാപ്പൂവിനെ ബാലൻ സീതയുടെ വീടിന് മുന്നിൽ കിടത്തുന്നു. കുഞ്ഞിമണിയെ മനസ്സിനെ ഏൽപ്പിക്കുന്ന CI മുംതാസ്. കുട്ടിമണിയുടെ മനസ്സിൽ രാഹുലിനോടുള്ള അടുപ്പം കൂട്ടാൻ നീതുവും രവിയും ശ്രമിക്കുന്നു. തുടർന്ന് കാണുക. കരയരുതേ മോളെ, അമ്മ ഇപ്പൊ വരും. എന്റെ പൊന്നല്ലേ, കരയാതെ. എത്ര നേരമായി അവള് കരയാൻ തുടങ്ങിയിട്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരാഹാരവും കഴിച്ചിട്ടില്ല അവള്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല ബാല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരോടും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച നാടകമല്ലേ? സാരമില്ല അപ്പച്ചമ്മേ, അവള് കരച്ചിൽ നിർത്തിക്കോളും. കുട്ടിമണിയില്ലാതെ ഒരുപാട് ദിവസം ഞാൻ അവളെ നോക്കിയതല്ലേ. കരഞ്ഞു തളർന്ന് അവസാനം ഉറങ്ങിക്കോളും. അത് പണ്ടാ സിജ. ഇത്രയും കാലം സീതയുടെ ചൂട് പറ്റിയേ അവൾ ഉറങ്ങിയിട്ടുള്ളൂ. ആഹാരം കൊടുക്കാൻ പോലും കൈമാറുന്നത് കുഞ്ഞുമണിക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിൽ പിന്നെ അപ്പച്ചി പോയി വിളിച്ചോണ്ടോ സീതയെ? നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ബാല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. അത്തരത്തിലൊന്നാ ഇത്. ആ, അവൾ ഉറങ്ങി തുടങ്ങി. ഇനി പേടിക്കണ്ട. പേടിക്കണ്ട പോലും. അതിന്റെ വയറ്റിലോട്ടൊന്നും ചെന്നിട്ടില്ല. അരമണിക്കൂറിനകം പിന്നെ ഉണർന്ന് കരയാൻ തുടങ്ങും. നിങ്ങൾ പോയി കിടന്നോളൂ, ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ ഉറക്കമൊന്നും വരുന്നില്ല. മണി 11 ഊഴം വെച്ച് ഓരോരുത്തർക്ക് ഉണർന്നിരിക്കാം. അതാ നല്ലത്. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കണം? ദൈവം നമ്മോടൊപ്പം നിന്ന നാളെ തന്നെ ഈ പ്രശ്നത്തിന്റെ പരിഹാരവും. ആദ്യത്തെ ഊഴം എനിക്കാവട്ടെ, ഞാൻ അവളെ നോക്കിക്കോളാം. നിങ്ങൾ പോയി കിടക്ക്. ശരി, എന്നാ ഞാനൊന്ന് നടു ചായ്ക്കട്ടെ. അപ്പച്ചീമ കിടന്നോട്ടെ, മോളെ നമുക്ക് നോക്കാം സിജ. എന്തിനിരിപ്പാ മോളെ ഇത്? കിടക്കണ്ടേ? എന്റെ മോൾ ഉറങ്ങിക്കാണില്ലമ്മ. അവളുടെ കരച്ചിൽ എനിക്ക് കേൾക്കാം. ഒക്കെ നിന്റെ തോന്നലാ മോളെ. അവൾ എപ്പോഴേ ഉറങ്ങിക്കാണും. ആരുറക്കാനാ? പോലീസ് സ്റ്റേഷനിലാണോ അനാഥാലയത്തിലാണോ എന്ന് ആർക്കറിയാം. ആ സർക്കിൾ ഇൻസ്പെക്ടറും ഒരു പെണ്ണല്ലേ മോളെ? കുഞ്ഞിന്റെ സുരക്ഷിതത്വം അവര് നോക്കില്ലേ? ഒരു കുഞ്ഞിനെ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടാണോ അവര് സുരക്ഷിതയാക്കുന്നത്? ഒക്കെ സിജൻ ഒരുക്കിയ കെണിയാവും. അതിൽ പെട്ടുപോയത് എന്റെ പാവം ബാലേട്ടനാ. ഇങ്ങനെ കരയാതെ മോളെ. എത്ര നേരമായി നിന്റെ കണ്ണൊന്ന് തോർന്നിട്ട്. ഇനി ഈ കണ്ണീര് ഒരിക്കലും തോരില്ല മോളെ. എന്റെ മോളെ എനിക്ക് കിട്ടുമോ അമ്മ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. ഞാൻ വയലൂരും വീട്ടിലേക്ക് പോവാന്ന് സമ്മതിച്ചാലോ? മുംതാസ് മാഡം കുഞ്ഞിനെ വയലൂരും വീട്ടിലെത്തിക്കോ? അതും എനിക്കറിയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ. നിനക്ക് വേണ്ടിയാ ബാലൻ പോലീസിന് കീഴടങ്ങിയത്. ഇപ്പൊ ഈ വീട്ടിലുള്ള കുഞ്ഞ് ബാലന്റെ ജീവനാ. കുഞ്ഞുമണിയെ ഓർത്ത് കരയുന്ന കൂട്ടത്തില് നീ കുട്ടാപ്പൂനെയും കൂടി പരിഗണിക്കണം. കുഞ്ഞുങ്ങളോട് അകൽച്ച വേണ്ട. ബാലൻ മകനെന്ന് വിശ്വസിക്കുന്ന ഇവൻ നിന്റെയും മകനാ.
കരയണ്ട കരയണ്ട മോളെ. സാറേ എന്താടാ? സാറേ ഇത്തിരി വെള്ളം തരൂ സാറേ, പ്ലീസ്. വെള്ളമോ? മേഡം, വെള്ളം കുടിപ്പിച്ചാ മതിയോടാ. ചേരെടുത്ത് മാറ്റ്. മേഡം. മോനെ സഞ്ജു, ആഹാരമൊക്കെ കഴിച്ച് നീ ആരോഗ്യം വീണ്ടെടുത്തു അല്ലേ? പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ മേഡം. എന്നെ എന്നെ കോടതിയിൽ ഹാജരായിക്കൂടെ? മോനെ, ജയസേനന്റെ മോനെ, മേഡം, നിന്റെ അച്ഛൻ വെപ്രാളം പിടിച്ച് മേലധികാരികളെ വിളിക്കുന്നുണ്ട്. റിമാൻഡ് ചെയ്താ പിന്നെ നിനക്ക് സബ് ജയിലിൽ സുഖജീവിതമായിരിക്കും എനിക്കറിയാം. അത് വേണ്ട. നിനക്കുള്ള ശിക്ഷ മുഴുവൻ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വിടുകയുള്ളൂ. പിന്നെ ഇപ്പൊ വേണമെങ്കിൽ നിന്റെ തലയിൽ എനിക്ക് ഒരു കേസ് കൂടി ചേർത്താം. ശിവയെ വകവരുത്തിയ കേസ്. ശിവയെ വകവരുത്തിന്നോ? ആര്? തൽക്കാലം ഈ കേസ് മതികലയും കിങ്കരന്മാരും കൂടി ചേർന്ന് ശിവയെ കൊന്നെന്നാണ്. മേഡം, ഇല്ല, മതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മേഡം, മതിക്ക് ശിവയെ അത്രയ്ക്ക് വിശ്വാസ. ഭ്രാന്തെടുത്ത ദിവസം വയലോരം വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ടും പോലും ശിവയെ കണ്ടെത്താൻ അവള് ശ്രമിച്ചിരുന്നു. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറെ നാളുകളായി ശിവയുമായി ഞങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ലായിരുന്നു. അയ്യപ്പൻകുട്ടി സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആകെ ഒരു തവണയെ ശിവേനെ വിളിച്ചിട്ടുള്ളൂ. അത് അന്നവൻ ചെന്നൈയിലൊരു ബൂത്തിനെ വിളിച്ചത്. പിന്നെ പുതിയ നമ്പർ എടുത്തിട്ട് വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചില്ലേ? ഇല്ല, ചിലപ്പോ ഞാൻ എന്റെ നമ്പർ മാറ്റിയോണ്ടായിരിക്കും. പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല മേഡം. പക്ഷേ അവൻ മതികലയുമായി ബന്ധപ്പെട്ട് കാണും അല്ലടാ? സാധ്യതയില്ല മേഡം. അവളുടെ ഫോൺ അപ്പച്ചമ്മ പിടിച്ചു വാങ്ങി മനസ്സിന്റെ കയ്യിൽ കൊടുത്തു വിട്ടില്ലേ? പിന്നെ ശിവ വിളിച്ചെങ്കിൽ മനസ്സിനാകും ഫോൺ എടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അവനിന് ശിവയെ എന്തെങ്കിലും ചെയ്തെന്ന് എനിക്കറിയത്തില്ല മേഡം. വയലോരം വീട്ടിൽ മതികല ചെന്ന രാത്രി 8:10 ശിവ മതികലയുടെ സ്വന്തം നമ്പറിൽ വിളിച്ചു. അപ്പോൾ ആ ഫോണിലൂടെ മതികല ശിവയെ കൊല്ലാൻ ഉത്തരവിട്ടു. നീ വിശ്വസിക്കുമോ? ഒരിക്കലില്ല മേഡം. മേഡം, ഇനി എന്നെ തല്ലരുത് മേഡം. വേണമെങ്കിൽ മതികളുടെ ആൾക്കാരാണ് ശിവയെ കൊന്നതെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. ആ, കൊള്ളാം. അവൾ ഒപ്പം കൂട്ടിയ വിദ്വാൻ കൊള്ളാം. എടാ, നീ അവളുടെ മാമന്റെ മോനല്ലേ? പറഞ്ഞു വരുമ്പോ നിന്റെ മുറപ്പെണ്ണ അവള്. അവളെങ്ങനെ ഒറ്റ കൊടുക്കുന്നത് ശരിയാണോ? മേഡം, ഇവിടെ കിഴന്തെങ്കിലും ഇടികൊള്ളുമ്പോ മാമന്റെ മോളല്ല, സ്വന്തം പെങ്ങളായ പോലും ഒറ്റക്കൊടുത്തു പോവും. അയ്യപ്പൻകുട്ടി സാറിനെ കുത്തിയതിന്റെ കലിപ്പ് പോലീസുകാർക്ക് അങ്ങ് തീർന്നിട്ടില്ല. ഇന്നെന്തോ പുതിയ പീഡനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയ്യോ മേഡം, ഇനി എന്നൊന്നും ചെയ്യരുത്. ഞാൻ മേഡത്തിന്റെ കാല് പിടിക്കാം മേഡം. കാല് പിടിക്കണം നീ. കാക്കിയിട്ട് ഓരോ ഓഫീസറിന്റെയും ചെരുപ്പ് നക്കണം. എന്നാലും നിന്നോടുള്ള ദേഷ്യം തീരില്ലടാ വൃത്തികെട്ടവനെ. പ്ലീസ് മേഡം. മേഡം, ഇങ്ങ് വാടാ. എന്താ സാറേ? വെള്ളം വേണോ? സാറേ തരാം, പക്ഷേ ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം. എന്താ സാറേ? എലിയുള്ള ചാക്കിനകത്ത് നിന്റെ മുഖം വെച്ചിട്ട് കഴുത്തിലങ്ങ് കെട്ടിവെച്ച എങ്ങനെ ഉണ്ടാവുന്നറിയാം? സാറേ വേണ്ട, എലി എന്റെ മുഖം കടിച്ചു പറിക്കും. പറിക്കട്ടടാ. എലി കടിച്ച മോന്തയാവുമ്പോ നിന്റെ ഗ്ലാമർ കൂടും. അയ്യോ വേണ്ട സാറേ, ഉപദ്രവിക്കരുത് പ്ലീസ്. സാർ, മേ ഐ കമിങ് സർ? യെസ്, കം ഇൻ. എന്തായി? മതികലയുടെ ഫോൺ പരിശോധിച്ചോ? ഉവ്വ് സർ.
ഐ തിങ്ക് ഇറ്റ്സ് എ ഫേക്ക് വൺ. ഫേക്കോ? അതെ, എനിക്ക് നേരത്തെ ശിവയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്ത് സംശയം? ഞാൻ പറഞ്ഞിട്ടില്ലേ, മനസ്സിജൻ ചില കരുനീക്കങ്ങൾ നടത്തിയതിനെക്കുറിച്ച്. പക്ഷെ അതൊക്കെ വെറും സംശയങ്ങൾ മാത്രമല്ലേ? നമ്മുടെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഒന്നുമില്ലല്ലോ. അന്വേഷിച്ചാൽ എവിഡൻസ് താനേ വരും സർ. മതികരയുടെ സിം കാർഡ് ഉപയോഗിച്ച് മനസ്സിജൻ പല കളികളും കളിച്ചു. അങ്ങനെയാണ് മിസ്റ്റർ ബാലചന്ദ്രന്റെ കുഞ്ഞിന്റെ DNA ടെസ്റ്റിൽ ബാസ്റ്റിൻ കൃത്രിമം കാണിച്ചു എന്ന് ഞാൻ അറിയുന്നത്. മതികലയും ബാസ്റ്റിനുമായി നടന്ന ഒരു ഫോൺ സംഭാഷണം മനസ്സിജൻ എനിക്ക് തരികയും ചെയ്തു. ബാസ്റ്റിൻ കൃത്രിമം കാണിച്ചു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞല്ലോ. അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിന്നെന്താ? അവിടെയാണ് നമുക്ക് കിട്ടിയ മതികലയുടെ പുതിയ ഫോണുമായി മനസ്സിജനെ ബന്ധിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ബാസ്റ്റിൻ മതികലയുമായി DNA ടെസ്റ്റിന്റെ കാര്യം സംസാരിക്കുന്ന കാലത്ത് മതികലയുടെ ഫോൺ മനസ്സിജന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നെങ്ങനെ ബാസ്റ്റിൻ മതികലയുമായി സംസാരിച്ചു? അവിടെയാണ് മനസ്സിജന്റെ കളി നടന്നത്. മതികലയുടെ ശബ്ദത്തിൽ അപ്പോൾ സംസാരിച്ചത് മറ്റേതെങ്കിലും ഒരു പെണ്ണായിരിക്കും. ബാസ്റ്റിൻ പതിവ് രീതി അനുസരിച്ച് മതികലയെ ഒന്ന് വളയ്ക്കാനും ശ്രമിച്ചു. ചില ഫ്ലർട്ടിക് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. പിന്നീട് മതികലയെ നേരിട്ട് കണ്ടപ്പോ ആ രീതിയിൽ പെരുമാറിയ ബാസ്റ്റിനെ അവൾ ശരിക്കും കൈകാര്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴേ അവള് പറഞ്ഞു മനസ്സിജൻ ഏതെങ്കിലും മിമിക്രിക്കാരെ രംഗത്തിറക്കി കാണുമെന്ന്. എനിക്ക് നല്ല സംശയമുണ്ട്, മതികലയുടെ പുതിയ നമ്പറിലേക്ക് ശിവ വിളിച്ചപ്പോ എടുത്തത് ആ മിമിക്രിക്കാരിയാണോന്ന്. ഫോൺ എങ്ങനെ കൃത്യമായിട്ട് SP ഓഫീസിലെത്തി? അതിന് പിന്നിലും ഗൂഢാലോചനയുണ്ട് സർ. മതികലയെ ശിവ മർഡർ കേസിൽ കുരുക്കണമെന്ന് പ്ലാൻ ചെയ്ത് ആരോ നടപ്പിലാക്കിയതാണ് ആ കൊറിയർ. ഓഫ് കോഴ്സ്, എനിക്കും അങ്ങനൊരു സംശയമുണ്ട്. മതികലയ്ക്കും ശിവയ്ക്കും ഒരു പൊതുശത്രു മനസ്സിജനല്ലാതെ അത് വേറെ ആരാണ് സർ? എന്തെങ്കിലും സോളിഡ് എവിഡൻസ് കിട്ടിയിട്ടേ അയാൾക്കെതിരെ നടപടിയെടുക്കാവൂ. നിരപരാധിയാണെങ്കിൽ സംശയിക്കുന്നത് ശരിയല്ല. ഐ നോ സർ. സ്ലോലി ക്യാച്ച് ദ മണി എന്നല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം. ഗോ ഹെഡ് മുംതാസ്. സർ, ഹലോ, രാവിലെ തന്നെ എന്താ ഒരു ആലോചന? രാഹുലിന് അടുത്ത തല്ല് വാങ്ങിക്കൊടുക്കുന്ന കാര്യമാണോ? ഞാനാണോ ഇന്നലെ രാഹുലിന് തല്ല് വാങ്ങിക്കൊടുത്തത്? എന്താ സംശയം? നീ തന്നെയല്ലേ നിന്റെ കുഞ്ഞേടിനെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ രാഹുലിന് എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നേ? എന്റെ പിന്നാലെ നടക്കണ്ടെന്ന് പറയാലോട്. എന്റെ കുട്ടിമണി, ഞാൻ പറഞ്ഞാലൊന്നും അയാൾ കേക്കില്ല. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ള പെൺകുട്ടി ഉപേക്ഷിച്ച് ഒരു പുരുഷനും എവിടെയും പോവില്ല, പ്രത്യേകിച്ച് രാഹുലൻ. കാരണം നീയും അയാളും തമ്മില് കുറെ കാലം അടുപ്പത്തിലായിരുന്നല്ലോ. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് നീതു അയാളോട് പറ. നീ ഓർമ്മിച്ചെടുക്കണം കുട്ടിമണി. നീ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ അയാളെ നിന്റെ കുഞ്ഞേട്ടനറിയാതെ ഇവിടെ കൊണ്ടുവരാം. വേണ്ട, കുഞ്ഞേട്ടൻ രാഹുലിനെ ഉപദ്രവിക്കും. കുഞ്ഞേട്ടനെ അറിയില്ല കുട്ടിമണി, ഒക്കെ ഈ നീതുവിന് വിട്ടേക്ക്. വേണ്ട, എനിക്ക് വയലോരം വീടിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി നീതു. ഇതാ നിന്റെ കുഴപ്പം. വയലോരം വീടെന്ന് പറഞ്ഞിരുന്ന നീ കിണറ്റി കിടക്കുന്ന തവളയുടെ അവസ്ഥയില് അതിനകത്ത് എന്നെ കിടക്കത്തേ ഉള്ളൂ. കിണറ്റി കിടന്നാലുള്ള അവസ്ഥ അറിയാലോ, ശ്വാസം മുട്ടിച്ചാവും. എന്താ ഇപ്പൊ നീതു പറഞ്ഞേ? രാഹുലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. അതല്ല, കിണറ്റി കിടന്നാ എന്ത് പറ്റുന്ന പറഞ്ഞേ? കുന്തം. ഞാൻ രാഹുലിനെ കുറിച്ച് സംസാരിക്കുമ്പോ നീ കിണറിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്റെ കുട്ടിമണി, എന്റെ ചക്കരമണി, അതൊക്കെ വിട്ടിട്ട് നീ പ്രേമിക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്. ഒന്നാം തരം ഒരു ചെറുക്കനെ മുമ്പിൽ നിർത്തിയിട്ടാ ഞാൻ ഈ പറയുന്നത്. അത്രയ്ക്ക് ഒന്നാം തരാണെങ്കിൽ നീതു എടുത്തോളാം ഞാൻ പറഞ്ഞല്ലേ, പിന്നെന്താ? ദേ, ചുമ്മാ തമാശ കളിക്കല്ലേ. നിന്റെ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലുടനെ ഞാൻ രാഹുലിനെ കൊണ്ടുവരും. നിങ്ങളെ പഴയ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കെ. നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള വഴിയാണെന്ന് വിചാരിച്ചാ മതി, കേട്ടോ? ഇന്നലത്തെ തല്ല് നാടകം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല സർ. കുട്ടിമണി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അടുപ്പിച്ചേ പറ്റൂ. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുട്ടിമണി ഇവിടെയുള്ള കാര്യം ബാലേട്ടൻ അറിഞ്ഞ സ്ഥിതിക്ക് അധികം താമസിയാതെ ഒരു പടയൊരുക്കം തന്നെ പ്രതീക്ഷിക്കാം. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയാൽ കുഞ്ഞേട്ടൻ പറയുന്നതനുസരിച്ച് കുട്ടിമണി നിൽക്കാവൂ. ഞാൻ ശ്രമിക്കാം സർ. ഏറ്റെടുത്ത ദൗത്യങ്ങളിലൊന്നും പരാജയപ്പെട്ട ചരിത്രം നീതുവിനില്ല.
ഇതും സക്സസ് ആക്കി എടുക്കാൻ പറ്റും നോക്കാം. പറ്റും നീതു. രാഹുലൻ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാ താമസിക്കുന്നതെന്ന് കുട്ടിമണിക്ക് അറിയില്ലോ അല്ലേ? ഇല്ല. രാഹുലും ബാംഗ്ലൂർ സഹിക്കുന്ന കഷ്ടതകളെക്കുറിച്ചുള്ളൊരു കഥ മനസ്സിലുണ്ട്. ഇന്ന് രാഹുലിനെ അത് പഠിപ്പിച്ച് കുട്ടിമണിയുടെ മുന്നിൽ എത്തിക്കാന്നാ കരുതുന്നത്. യു ക്യാരി ഓൺ. എന്റെ എൻട്രി എപ്പോൾ വേണമെന്ന് നീതു അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇന്ന് എന്തായാലും സാറിന്റെ എൻട്രി വേണ്ട. കൂടുതൽ ഇടപെട്ട കുട്ടിമണിയുടെ മനസ്സിൽ കുഞ്ഞേട്ടനൊരു വലിയ വില്ലനായി മാറും. അത് ദോഷം ചെയ്യും. ആയിക്കോട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ നീതുവിന് തന്നിരിക്കുന്നു. ഞാൻ രാഹുലിനൊന്ന് കണ്ടിട്ട് വരാം. ശരി ശരി. എന്റെ പൊന്നു ചേച്ചി, എനിക്ക് അങ്ങനെ ഉടനെ ഒന്നും ഇവിടുന്ന് വരാൻ പറ്റില്ല. ഒരു ലക്ഷ്യവുമായിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്. സാധിച്ചിട്ട് ഞാൻ മടങ്ങും. കുട്ടിമണിയുടെ കുഞ്ഞേട്ടൻ കൂടെ ഉള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ പേടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാ. അവള് മനസ്സജന്റെ ഭാര്യയല്ല, അവൾക്കൊരു കുഞ്ഞുമില്ല. ഞാൻ പിന്നീട് വിളിക്കാവേ. നാട്ടിൽ നിന്ന് ചേച്ചിയെ വിളിച്ചത്. കുട്ടിമണി അവർക്ക് ഒരുപാട് പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷേ അവളൊരു ഭാര്യ അമ്മയാണെന്നൊക്കെ അറിഞ്ഞതോടെ അമ്മ ഭയങ്കര ഉടക്കില്ല. ഇനി വേളി നടത്തി തരില്ലെന്ന് അമ്മ പറയുന്നേ. അതുകൊണ്ട് ഞാൻ അവരെടുത്ത് അവള് മനസ്സജന്റെ ആരുമല്ലെന്ന് കിടന്ന് വാദിക്കുക. വീട്ടുകാരുടെ എതിർപ്പൊന്നും കാര്യമാക്കണ്ട രാഹുല. രവി സാർ വിചാരിച്ച നിനക്കിവിടെ ബാംഗ്ലൂർ തന്നെ ഒരു ജോലിയും വാങ്ങിത്തരും. നിനക്കും കുട്ടിമണിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളൊരു സെറ്റപ്പ് ഒരുക്കി തരും. പിന്നെന്താ? അതൊക്കെ എനിക്ക് അറിയാമല്ലോ നീതു. പക്ഷേ എൻ്റെ വീട്ടുകാർ അതിനുവേണ്ടി പിണക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരു ഞാണിമേൽ കളി നടത്തി അങ്ങനെ അങ്ങ് പോകണം. എനിക്ക് എൻ്റെ വീട്ടുകാരും വേണം, കുട്ടിമണിയും വേണം. പിന്നെ കുട്ടിമണിയുടെ മോളെ സ്വന്തം മോളെപ്പോലെ നോക്കിക്കൊള്ളാന്ന് ഞാൻ കുഞ്ഞേട്ടന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടിമണിയെ? ഭാഗ്യവതി അവള്. ഏത് പെണ്ണും കൊതിക്കുന്നത് ഇതുപോലൊരാണ്ണയാ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് കരുതി പ്രസന്റിൽ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ. പക്ഷേ കുട്ടിമണിക്ക് മാത്രം ഇതൊന്നും മനസ്സിലാവില്ല. ഞാനിപ്പോ പറഞ്ഞ ഡയലോഗ് അവളോട് 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോ അവളുടെ മറുപടി എന്തായിരുന്നറിയോ? എന്താ? നിന്നെ ഞാനങ്ങ് എടുത്തോളാൻ. അയ്യേ, അവളുടെ ഒരു കാര്യം. അവള് പറഞ്ഞതുപോലെ നിന്നെ ഞാനങ്ങ് എടുക്കട്ടെ. ചെക്കൻ്റെ ഒരു നാണം കണ്ടില്ലേ? നാണമൊന്നുമല്ല, എന്നാലും ഞാൻ അത്രയ്ക്ക് ഗ്ലാമർ ആണെന്ന് ആലോചിക്കുമ്പോഴേ. അയ്യടാ ഗ്ലാമർ. ഞാനൊരു കോമഡി അടിച്ചപ്പോഴേക്കും അവൻ ആകാശത്തോടങ്ങ് ഉയർന്നു. എടാ, പച്ചക്കറി തിന്ന് ജീവിക്കുന്ന നിന്നെയൊക്കെ ആർക്ക് വേണം? അത് പറ. പച്ചക്കറി അത്രയ്ക്ക് മോശം കറിയാണോ നീതു? പച്ചക്കറി മോശം കറിയൊന്നുമല്ല. എന്നാലും നന്നായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും അറിയാതെ നീ ഇങ്ങനെ ചതഞ്ഞു കിടക്കുന്നത് ആ പച്ചക്കറിയുടെ ബലവാ. എടാ, കുട്ടിമണിയുടെ കുഞ്ഞേട്ടനും ഞാനും ഒക്കെ ഫുൾ സിംഗിൾ നിന്റെ ഒപ്പം നിൽക്കുന്നില്ലേ? എന്നിട്ടും നിനക്കെന്താ അവളെ വളയ്ക്കാൻ പറ്റാത്തെ? അതെ, കൂടുതൽ നകളിക്കണ്ട. ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ അവൾ എന്നെ ഒരിക്കൽ സ്നേഹിച്ചതാ. ഇവിടെ ഇപ്പൊ പ്രേമിപ്പിക്കാൻ കച്ചകെട്ടി നിന്നെപ്പോലൊരു പെണ്ണ് ഇറങ്ങിയിരിക്കുന്നത് ആകെ പ്രശ്നമായിരിക്കുന്നത്. അല്ല, നീ ആരാണെന്നാ നിന്റെ വിചാരം? പ്രേമത്തിന്റെ ഹോൾസെയിൽ ഡീലറോ? എങ്കിൽ നീ ഒരുത്തനെ പ്രേമിച്ച് കാണിക്കേ. ചൂടാവാതെ രാഹുല. കുട്ടിമണി എംബ്രസ് ചെയ്യിക്കാൻ പുതിയൊരു വഴിയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെ, നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. അവളെ ഞാൻ ഇംപ്രസ് ചെയ്യിപ്പിച്ചോളാം. ഇന്ന് ഞാനൊരു പുതിയ തുറുപ്പ് കലാൻ പുറത്തിറക്കുക. മാറിയെന്ന് അങ്ങോട്ട് കണ്ടാ മതി. ഓ ശരി, നമുക്ക് കാണാം. കാണാടി നീർക്കോലി. പോടാ പച്ചക്കറി. കുഞ്ഞേട്ടാ. രാഹുല, ഞാനേ ഓഫീസിലേക്കൊന്ന് പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടിമണി മുറിയിലുണ്ട്. ഞാൻ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയതാ. കുട്ടിമണി, കുഞ്ഞേട്ടൻ പോയിട്ട് വരാട്ടോ. ഓഫീസിൽ പ്രധാനപ്പെട്ട കുറച്ച് മീറ്റിങ്ങുകളുണ്ട്. ഒക്കെ തീർത്തിട്ട് ഞാൻ വരാം. ശരി. നീതു, 2 പേരുടെ കാര്യത്തിൽ ഒരു കണ്ണുണ്ടാവണം. കൈവിട്ട് പോകരുത്. ഇല്ല സർ. ശരി. നിന്നെ ഭയങ്കര വിശ്വാസം രവി സാറിന്. എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ മേലൊരു കണ്ണ് വേണോന്ന്. അതെന്തിന്? പ്രായപൂർത്തിയ ഒരു പെണ്ണിന്റെ മുറിയിലോട്ട് നിന്നെ പറഞ്ഞു വിട്ടിട്ട് നിന്നെ ശ്രദ്ധിച്ചോണെന്ന് പറയുന്നത് പിന്നെ എന്തിനായിരിക്കും? ഒന്ന് പോ നീതു. ഞാൻ സാറിനോട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആള് വെറും പച്ചക്കറിയാന്ന്. എന്നെ വെറുതെ ചൊറിയാൻ വരല്ലേ. ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ കിട്ടില്ല. പറഞ്ഞേക്കാം. ദേഷ്യമൊക്കെ അടക്കി ഇത്തിരി റൊമാൻറ്റിക് ഭാവമൊക്കെ ആയിട്ട് അകത്തേക്ക് ചെല്ല്. ഞാൻ എൻ്റെ ഒരു കണ്ണുമായിട്ട് പുറകെ വന്നേക്കാം. കുട്ടിമണി,
എന്തിനാ ഇങ്ങോട്ട് വന്നേ? കുഞ്ഞേട്ടൻ വരും, വഴക്കു പറയും, ഉപദ്രവിക്കും. ഇല്ല കുട്ടിമണി, നിന്റെ കുഞ്ഞേട്ടൻ ഇപ്പോഴിങ്ങോട്ട് വരില്ല. ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് കുട്ടിമണിയെ കാണാൻ. എനിക്ക് കുട്ടിമണിയെ കുറേ ചിത്രങ്ങളും വീഡിയോസും കാണിക്കാനുണ്ട്. ആശുപത്രി വെച്ച് എന്നെ ഇതൊക്കെ കാണിച്ചതാണല്ലോ, എന്നിട്ട് ഞാൻ ഓർത്തില്ലല്ലോ. ആശുപത്രിയിൽ വെച്ച് നിന്നെ കാണുമ്പോൾ നിനക്കെന്നോട് ഒട്ടും അറിവില്ലായിരുന്നു കുട്ടിമണി. ഞാൻ നിന്നോടൊന്ന് കള്ളം പറഞ്ഞ മട്ടില്ല അന്ന് നീ എന്നോട് പെരുമാറിയത്. ഇപ്പോൾ കുറഞ്ഞ പക്ഷം ഞാനൊരു കള്ളനല്ലാന്നെങ്കിലും നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നിങ്ങൾ കള്ളനൊന്നുമല്ല, ഒരുപാട് ദൂരത്തുനിന്ന് എന്നെ കാണാൻ വന്നെന്ന് നീതു പറഞ്ഞു. കണ്ടില്ലേ ഇനി ഇപ്പൊ കൂടെ? നിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകളിൽ ഞാനുണ്ട് കുട്ടിമണി. അത് വീണ്ടെടുക്കാതെ ഞാനിവിടുന്ന് പോയാ പിന്നീട് എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ഒന്നുകിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ സ്വയം മരിക്കും ഞാൻ. കുട്ടിമണി, ഞാൻ ഇയാൾ അന്വേഷിച്ചു പോയിരുന്നു. നിന്റെ കുഞ്ഞേട്ട് ഉപദ്രവിച്ച് വിട്ടതല്ലേ, വല്ലതും പറ്റിയോന്ന് നമ്മൾ തന്നെ നോക്കണമല്ലോ. താഴെ തെരുവിലുണ്ടായിരുന്നു ഇയാള്. ഇന്നലെ രാത്രി റോഡ് സൈഡിലാണ് കിടന്നുറങ്ങിയത്. രാത്രിയിൽ പോലീസ് വന്ന് ഓടിച്ചു വിട്ടത്രേ. ആണോ? അതേ കുട്ടിമണി, പേടിച്ച് ഞാനൊരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. പണ്ട് മാണിക്യമംഗലത്ത് നിന്ന് നമ്മൾ ഒളിച്ചോടിയ രാത്രിയാ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഓ, എന്തൊക്കെയായിരുന്നു അത്! പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കൊണ്ട് രാത്രി മുഴുവൻ. അന്നെടുത്ത റിസ്ക് ഒക്കെ ഓർക്കുമ്പോഴേ ദേ ഇപ്പോഴും എന്നെ കൈ വിറയ്ക്കും. അങ്ങനൊക്കെ നടന്നിട്ടുണ്ടോ? ഉണ്ട് കുട്ടിമണി. എന്നിട്ട് നിനക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞേ നീ വഴക്കിട്ട് നിന്നു. വേണേ നിന്നെ എടുത്തോണ്ട് പൊക്കാളാനും പറഞ്ഞു. എന്നിട്ട് നീ ഇവളെ എടുത്തു രാഹുല? നല്ല കഥയായി. ഇവളെ ഞാൻ എടുത്താലേ എന്റെ നടുവൊടി ഞാൻ താഴെ കിടക്കും. കുട്ടിമണി, നമ്മൾ കണ്ട ഹിന്ദി സിനിമയിലൊക്കെ നായകൻ നായികയെ എടുത്ത് വട്ടം കറക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ എടുത്ത് ഇവനൊന്ന് വട്ടം കറങ്ങിയാലോ? അതൊന്നും വേണ്ട, എന്നെ ആരും എടുക്കണ്ട. എനിക്ക് വട്ടം കറങ്ങണം തോന്നിയാ ഞാൻ തന്നെ വട്ടം കറങ്ങിക്കോളാം, പോരെ? എങ്കി പിന്നെ രാഹുലൻ എന്നെ എടുത്തൊന്ന് വട്ടം കറങ്ങിയാലോ? കറങ്ങിക്കോ, എനിക്കെന്താ ചെയ്തം? ശരി. രാഹുല, എങ്ങനെയാ പ്രേമിക്കുന്നേന്ന് എന്നെ വെച്ച് കുട്ടിമണിക്ക് നീ കാണിച്ചു കൊടുക്ക്. അതൊന്നും ശരിയാവില്ല. എന്താ രാഹുല ഇത്? ഇങ്ങ് അടുത്ത് നിക്ക്. ഇങ്ങനെ അടുത്ത് നിക്കുന്നേ. ചേർന്ന് നിക്ക്. ഇങ്ങനെ ചേർന്ന്. എനിക്ക് വിശക്കുന്നു. നീ ഇതെന്തോന്നൊക്കെയാ കാണിക്കുന്നേ? വേറെ വല്ല ഉദ്ദേശവും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ. വേറെ ഉദ്ദേശം എന്ത്? അല്ല, മുമ്പ് പറഞ്ഞല്ലോ എന്നെ പ്രേമിച്ചുള്ള കുട്ടിമണി സമ്മതിച്ചു എന്നൊക്കെ. എടുത്ത് വട്ടം ചുറ്റിച്ചോളെ ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തു. കുട്ടിമണി അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ല. എടാ പൊട്ടാ, ഞാനിപ്പൊ നിന്നെ തൊട്ടപ്പോഴേക്കും നീ അങ്ങ് തീരുമാനിച്ചോ എനിക്ക് നിന്നോട് പ്രേമമാണെന്ന്? നിന്നോട് കുട്ടിമണിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലാത്തത് കൊണ്ടാ കുഞ്ഞേട്ടൻ നിന്നെ ഉപദ്രവിക്കുമെന്ന് അവള് പേടിക്കുന്നത്. അതൊരു ലവ് ആക്കി മാറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോന്ന് അറിയാനാ ഞാൻ ചുമലിലൊന്ന് ചാരിയത്. അല്ലാതെ നീ വലിയ കാമദേവനായിട്ടൊന്നും അല്ല. അല്ല, എന്നിട്ട് ഒരു ലവിന് വല്ല ചാൻസ് ഉണ്ടാ? ഉണ്ടടാ. ഞാൻ നിന്നെ തൊട്ടത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അതാ വിശക്കുന്നൂന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയത്. പെണ്ണിന്റെ മനസ്സേ പെണ്ണിനെ അറിയൂ. ഞാൻ പറഞ്ഞ സമയത്ത് നീ എന്നെ ഒന്നെടുത്ത് വട്ടം ചുറ്റിച്ചിരുന്നെങ്കിൽ അവളിറങ്ങിപ്പോവല്ല, എന്നെ ഇറക്കി വിട്ടേനെ. അറിയോ? കിട്ടിയ ചാൻസ് നീ തന്നെ കളഞ്ഞു. അല്ല എങ്കിലേ ഇപ്പൊ ഞാനെടുത്ത് വട്ടം കറക്കട്ടെ? ഇനിയേ നീ സ്വയം നിന്ന് കറങ്ങിയാ മതി. കാണാൻ ആളില്ലാതെ ഏതെങ്കിലും തിയേറ്ററിൽ ഷോ നടത്തുവോടാ? എടി, ഒരു സൂചനയെങ്കിലും തന്നിട്ട് വേണ്ടേ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ? എങ്കിൽ ഞാൻ അതനുസരിച്ച് നിന്നേനെ. ആരുടെ സഹായം ഇല്ലാതെ പ്രേമിച്ചോളാന്ന് പറഞ്ഞിട്ടാണല്ലോ ഇയാൾ ഇങ്ങോട്ട് പോന്നത്. പിന്നെ ഇയാൾക്കതിനാ സൂചനായിരുന്നത്. വാ, അടുത്ത വഴി നോക്കാം. മോൾ ഉണരും മുമ്പ് ഞാൻ പോയി അഗ്രഹാരത്തിൽ നിന്ന് എന്റെ ഡ്രസ്സ് മറ്റും എടുത്തോണ്ട് വരാം. കള്ളിപ്പാറു ഉടനെ ഉണരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലല്ലോ അവള്. പകല് മുഴുവനും ഉറങ്ങാനാ സാധ്യത. അല്ല, കുപ്പിപ്പാല് കുടിച്ചതുകൊണ്ട് വിശക്കേ ഇല്ല. എന്നാലും ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഇങ്ങ് വരാം അപ്പച്ചിമ്മേ. ഇനി സിജനത്തിന് അവിടെ താമസിക്കുന്നേ? ആ വീടങ്ങ് വിട്ടേക്ക്. വയലോരം വീട് വിട്ട് സിജൻ ഇനി എങ്ങും പോകണ്ട. വരട്ടെ ബാലട്ടാ.
നമ്മൾ എപ്പോഴും ശുഭമായി മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അശുഭമായതും സംഭവിച്ചേക്കാം. എൻ്റെ ജീവിതത്തിലൊക്കെ മോശം കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ആ സ്ഥിതിക്ക് വയലോരം വീട്ടിലെ താമസം എത്ര നാളത്തേക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ എൻ്റെ മോളെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അവളെയും കൊണ്ട് പോയി കടവരാന്തി കിടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കടവരാന്ത ഇനി നിന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടുന്നില്ല. ഞാനാ തീരുമാനിക്കുന്നത്. വരട്ടെ പച്ചമ്മേ, നോക്കാം. പോയിട്ട് വരാം. ശരി. രവി ഇതുവരെ വിളിച്ചില്ലല്ലോ മക്കളെ. സീതയപ്പ കുഞ്ഞുമണിയെ നിന്നെ പോലീസ് കൊണ്ടുപോയെന്ന് അവനോട് പറഞ്ഞു കാണില്ലേ? എന്നോട് സ്നേഹമുണ്ടെങ്കിലല്ലേ വിവരം അറിഞ്ഞ ഉടനെ അവൻ വിളിക്കൂ. അവന്റെ മനസ്സിലിപ്പം സിജിനോടുള്ള ഒടുങ്ങാത്ത പക മാത്രമേ ഉള്ളൂ അപ്പച്ചമ്മേ. ഞാൻ ജയിലിലാണെന്ന് അറിഞ്ഞാലും ശല്യം ഒഴിഞ്ഞും തരുത് സന്തോഷിക്കുള്ളൂ അവൻ. ഈ അക്ഷിയായിരുന്നോ? എന്റെ മകൾ ആശുപത്രിയിലായിട്ടും വയലോരം വീട്ടിലെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലടി. അത്രയ്ക്ക് ദ്രോഹമാ നിന്റെ മോൾ ഈ കുടുംബത്തോട് ചെയ്തു വെച്ചിട്ട് പോയത്. അതിനൊക്കെ പ്രതികാരമായിട്ട് നീയൊക്കെ അവളോട് എന്താ ചെയ്തത്? ഈ വീട്ടിൽ നിന്ന് അവൾ ഒരു ഭ്രാന്തിയായിട്ട് ഇറങ്ങിപ്പോയത്. ആര് പറഞ്ഞു? ഞങ്ങളാരും അവളെ കണ്ടിട്ടുമില്ല, അവളെ കുറിച്ച് കേട്ടിട്ടുമില്ല. പോലീസ് വരുമ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയൂ. എന്താ സംശയം? പോലീസിനെ അല്ല, നീ പട്ടാളത്തെ വിളിച്ചോണ്ട് വാ. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എങ്കി കേട്ടോ കുപ്പച്ചി, ആ രാത്രി മതികല ഭ്രാന്തിയെ പോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് ബാലന്റെ ഫോണിൽ നിന്ന് സീത എന്നെ വിളിച്ചു പറഞ്ഞത്. എന്റെ മോളെ പോലെ തന്നെ എന്റെ ഫോണിലും എല്ലാ ഫോൺ കോൾസും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാവും. ആ ഫോണിപ്പോഴേ പോലീസിന്റെ കയ്യില, എന്ന് വെച്ചാ CI മുംതാസിന്റെ കയ്യിൽ. ഞാനൊന്ന് അവരെ വിളിച്ച് ആ റെക്കോർഡിങ്സ് പരിശോധിക്കാൻ പറഞ്ഞാ നിങ്ങളൊക്കെ കുടുങ്ങും. കാണണോ? നീ കൂടുതൽ മൂപ്പിക്കണ്ടടി. പോലീസ് വന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞോളാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. നാട്ടില് വിലയും നിലയും പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു. വയലോരം വീട്ടിലുള്ളവർ ഒറ്റക്കെട്ടായിട്ട് നിന്നാ ഇവിടത്തെ ഒരു രഹസ്യവും ഒരാളും ചോർത്തിയെടുക്കത്തില്ല. ഞങ്ങളൊക്കെ ചാകുന്നത് വരെ നിന്റെ മോക്ക് എങ്ങനാ ഭ്രാന്ത് പിടിച്ചതെന്ന കാര്യം രഹസ്യമായിരിക്കും. വയലോരം വീട്ടിലെ സുഭദ്രയാ പറയുന്നത്. എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. മകക്ക് വട്ടായന്റെ കാരണം തേടി നിങ്ങൾ ഇനി മെനക്കെടാതിരിക്കുക നല്ലത്. ആ രഹസ്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഭ്രാന്താവും. അതിന് പിടിക്കാനും തിരിക്കുന്ന ഉള്ളതാണല്ലോ. ആ പാരമ്പര്യം കൊണ്ട് ആ മോളും ഇങ്ങനെയായത്. മധുകലയുടെ ഭ്രാന്ത് പാരമ്പര്യമൊന്നും അല്ല അപ്പച്ചമ്മേ. ഇവരുടെ വളർത്തു ദോഷം കൊണ്ട് അവൾ ഇങ്ങനെയായത്. മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു പാഠമായിരിക്കണം നിങ്ങളുടെ ജീവിതം. നിന്നെ പോലുള്ള അമ്മമാര് നരകിച്ച് ചാവും. ഗതി കിട്ടാതെ അടുത്ത ജന്മമില്ലാതെ അലഞ്ഞു തിരിയും. ദേ, നിങ്ങളുടെ തലയെടുക്കാനേ എനിക്ക് 10,000 രൂപ മതി, അറിയോ? അറിയാടി. 10,000 രൂപ കൊടുത്ത് നീ ആരുടെയും തലയെടുക്കും. പക്ഷെ നീ പറഞ്ഞത് കേട്ട് 10 തലയെടുക്കുന്നവൻ 11ാമത് എടുക്കുന്നത് നിന്റെ തലയായിരിക്കും. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോ. അഹങ്കാരം ചോരക്കൊതിയും തലക്കി പിടിച്ച മകളില്ലാതെ നിങ്ങളെ ആരും വകവയ്ക്കില്ല. പോയി വിടുന്നു. കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ജലജ അവസാനത്തെ കളിക്കിറങ്ങുക. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഈ വയലോരം വീട് തകർക്കും. എന്നിട്ട് അതിന്റെ മധ്യത്തിൽ ഒരു കുളം കുഴിക്കും. അതിൽ നിന്ന് ഒരു കവിൾ വെള്ളം കുടിച്ചിട്ടേ ഞാൻ ഈ ലോകം വിട്ടു പോകൂ. ഇതിന്റെ കിളിയും പോയെന്ന് തോന്നുന്നു ബാല. കാത്തിരുന്നോ എല്ലാവരും? ഇതൊക്കെ എപ്പോഴാ നടന്നത്? ഞാൻ വയലോരം വീട്ടിൽ നിന്ന് എപ്പോഴാ നിങ്ങളുടെ വീട്ടിലെത്തി? എന്താ സീത ഇത്? കുഞ്ഞു കരയുന്നത് കേട്ടില്ലേ? നീ ഇവനെ ശ്രദ്ധിക്കാത്തത് എന്താ? ഇപ്പൊ പാല് കൊടുത്തമ്മേ. ഇവന് നമ്മുടെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. വാ മക്കള് കരയണ്ട കേട്ടോ. ഓ ഓ ഓ, വാ വാ, കരയണ്ട 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 കരയണ്ട. ഇവിടെയെങ്ങും അല്ല നിന്റെ മനസ്സ്. എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ മോളെ? ഇവൻ നിന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് വളരേണ്ടവനാ. എന്റെ സീത, ഇവൻ നിന്റെ രക്തമാ.
ഇവനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയ്ക്കും ഇപ്പൊ ഇവിടെ സ്ഥാനമില്ല. ഇവനെ നിഷേധിക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മാറാൻ ഞാൻ ശ്രമിക്കുകയാണമ്മേ. എന്നിട്ടാണോ കുഞ്ഞ് ഇത്രയും നേരം കരഞ്ഞിട്ടും നീ കേൾക്കാതിരുന്നത്? ഇവന്റെ കരച്ചിൽ കേൾക്കാഞ്ഞിട്ടല്ല, പക്ഷെ അതിനേക്കാൾ ഉച്ചത്തിൽ കരയുന്ന ഒരു കുഞ്ഞിന്റെ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ആരും കേൾക്കാനില്ലാത്ത അവളുടെ കരച്ചില് എനിക്ക് കേൾക്കാം. നീ കുഞ്ഞുമണിയെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും മോളെ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാമേ ഞാൻ ആലോചിക്കുന്നത്. ഈ നെഞ്ചത്ത് അവൾക്കുണ്ടൊരു സ്ഥാനം. ഇനി ഏതൊക്കെ നിയമം പോലീസ് വന്ന് പറഞ്ഞാലും അവൾ എന്റെ പൊന്നുമണി തന്നെയാ അമ്മ. പക്ഷെ ഈ കാര്യത്തില് സീത ഇപ്പൊ ഒറ്റപ്പെട്ടവളാ. സ്നേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ആവശ്യമില്ല. സത്യം സത്യമായി തന്നെ വിശ്വസിക്കണം. അതാ വേണ്ടത്. നമ്മൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാ അമ്മമാരും അങ്ങനെയാ. ഏതമ്മയ്ക്കാ ഇങ്ങനൊരു ഗതികേടുള്ളത്? കൺമുമ്പിൽ നിന്ന് നിയമത്തിന്റെയും തെളിവുകളുടെയും പേര് പറഞ്ഞ് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന സ്വന്തം കുഞ്ഞിനെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതാർക്കും മനസ്സിലാവില്ലെന്ന്. നീ എത്ര കാലം ഇതും പറഞ്ഞ് ഇവനെ നിഷേധിക്കും? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇവന്റെ മുഖത്ത് നോക്കുമ്പോ ആ വിഷമം മാറണം. എങ്കിലേ ഇവനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റൂ. ദേ നോക്ക്, ഇവന്റെ സന്തോഷം. എന്തൊക്കെ കഷ്ടപ്പാടുകൾ താണ്ടിയാ ഇവൻ ഈ മുത്തശ്ശിയുടെ കൈകളിലെത്തിയത്. അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വേണ്ടപ്പെട്ടവരാരും അടുത്തില്ലാതെ ഏതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കനിവിന് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞുമണിയുടെ മുഖം, അതാ എന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാനിപ്പോ എന്തു വേണം? കുഞ്ഞുമണിയെ പോയി കാണണോ? അവൾ എവിടെയാണെങ്കിലും നമുക്ക് പോയി കാണാം. നീയും വാ, ഞാൻ വല്യണ്ണനെ വിളിക്കാം. നമുക്ക് പോയി കുഞ്ഞുമണിയെ കാണാം. പോയി കണ്ടതുകൊണ്ട് എന്താവാനാ അമ്മ? അവൾക്ക് സമയാസമയങ്ങളിൽ ആഹാരം കൊടുക്കുന്നുണ്ടോ? 10 മണിക്ക് അവൾക്ക് കുറുക്ക് നിർബന്ധമാ. അവള് കഴിക്കാൻ കൂട്ടാക്കില്ല. എങ്കിലും ഞാൻ നിർബന്ധിച്ചു കൊടുക്കും. കുറുക്ക് കുടിച്ച അവൾക്ക് ഉറങ്ങണം. കുറേ നിർബന്ധം പിടിക്കും. കണ്ണടഞ്ഞു തുടങ്ങിയാൽ ഉറങ്ങില്ല, തുറന്നു വയ്ക്കും. ഞാൻ കുറേ താരാട്ട് പാടും. അപ്പൊ അവൾ ഉറങ്ങും. മോളെ, നീ നീ ഇങ്ങനെ വിഷമിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. നമുക്ക് അന്വേഷിക്കാം. അവൾ എവിടെയാണെങ്കിലും പോയി കാണാം. ഇവനെ നോക്ക്, എത്ര നാൾ ഇവൻ ശിശുമന്ദിരത്തിൽ കഴിഞ്ഞു. എന്നിട്ട് ഇവൻ എന്തെങ്കിലും സംഭവിച്ചോ? ഇവൻ പഴയതുപോലെയല്ലേ തിരിച്ചു വന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഞ്ഞുമണിക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് അവളെ ഇങ്ങ് കൊണ്ടുവരാം. ആ ദേ, വല്യണ്ണം വരുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്താ ഒരു വിഷമം? ഇപ്പൊ എന്താടി നിന്റെ പ്രശ്നം? അത് പിന്നെ ഇവക്ക് വട്ടം കറങ്ങാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടി. എനിക്ക് കുഞ്ഞുമണിയെ കാണണം. ഓഹോ, കുഞ്ഞുമണിയെ കാണാതെ നിനക്ക് ഉറക്കം വരത്തില്ല അല്ലേ? എടി, നീ പ്രസവിച്ച കുഞ്ഞാ ഇവളുടെ ഒക്കത്തിരിക്കുന്നത്. അതിനെയും കൺമുമ്പിൽ വച്ചിട്ട് ആരാന്റെ കുഞ്ഞിനെ തിരക്കി നടക്കാൻ നാണമില്ലല്ലോടി. അങ്ങനെ പറയരുത് വല്യണ്ണ. ആരാന്റെ കുഞ്ഞാണെങ്കിലും കുറേ ദിവസം ഇവളുടെ ചൂട് പറ്റി കിടന്നതല്ലേ. ദേ, പൊട്ടിപ്പെണ്ണിന്റെ കുഞ്ഞിന്റെ കാര്യവും പറഞ്ഞോണ്ട് എന്റെ മുമ്പിൽ വന്നാൽ ഒറ്റ കീർകൊച്ചേരി ഞാൻ. വല്യണ്ണ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ കുഞ്ഞിനെ പോലീസുകാർ എങ്ങോട്ടാ കൊണ്ടുപോയെന്നെങ്കിലും ഒന്ന് തിരക്ക്. ഇവക്ക് ഒരു സമാധാനമില്ല. ആ കൊച്ചിന്റെ പേരിൽ കുറച്ച് കാശുള്ളതുകൊണ്ടാണോടി തള്ളയും മോളും കൂടെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. വീട്ടിലാണെങ്കിൽ കിടക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ദേ കിടക്കുന്നു അവിടെ ഒരുത്തി കുട്ടിമണിയുടെ കുഞ്ഞെ എന്നാ നാമം ജപിക്കുന്നത് പോലും. അതിന്റെ കാശൊന്നും മോഹിച്ചിട്ടല്ല വല്യണ്ണ. എത്രയൊക്കെ ആയാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? അവള് സുഖമായിരിക്കുന്നു എന്നറിഞ്ഞാ ഇവക്ക് ആശ്വാസാവും. ഇവിടെ ഉള്ളിലെ ആദി ഇവള് നമ്മളോടല്ലാതെ ആരോട് പറയും? ആ, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, എവിടെയാണെന്ന് അന്വേഷിക്കാം. ആ ദേ, പിന്നൊരു കാര്യം, അതിൻ്റെ കൂടെ പോയി നിൽക്കണമെന്നൊന്നും തള്ളയും മോളും പറഞ്ഞേക്കരുത്. ആ
ദേ ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. അത് കലക്കി രാഹുല. നീതു നീതുവിനെ കുഞ്ഞേട്ടൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ കാര്യം നോക്കാനോ അതോ ഈ രാഹുലിന്റെ കാര്യം നോക്കാനോ? സോറി കുട്ടിമണി. നിങ്ങൾ ഇവിടെ വരരുതെന്ന് കുഞ്ഞേട്ടൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വന്നത്? ഞാൻ കുട്ടിമണിയെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്. എനിക്കറിയാം, എന്നെ കാണാനൊന്നുമല്ല, നീതുവിനെ കാണാനാ വന്നത്. അയ്യോ അല്ല കുട്ടിമണി, നീ ഞാൻ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ നീതുവിനെ കാണിക്കായിരുന്നു. എന്തൊക്കെ തമാശകളാണ് നീ ഇതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അതേന്നെ, ഞാൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി. അതെ, എന്റെ പടമൊക്കെ ഞാനല്ലേ കാണേണ്ടത്, എന്തിനാ നീതു കാണുന്നേ? നിനക്ക് കാണാൻ താല്പര്യമില്ലെന്ന് നീ നേരത്തെ പറഞ്ഞല്ലോ. എന്ന് വെച്ചാ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ നീതു കാണണോ? അത് ശരിയാണോ? ശരിയല്ല, സമ്മതിച്ചു. എങ്കി പിന്നെ നീ തന്നെ കണ്ടോ. അതെ, കുഞ്ഞേട്ടൻ വരുമോ? ഇല്ല കുട്ടിമണി, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? രാഹുല, കുട്ടിമണിക്ക് ആ വീഡിയോ മുഴുവൻ കാണിച്ചു കാണിച്ചു കൊടുക്കാം. വാ കുട്ടിമണി. ചെല്ല് ചെല്ല് കുട്ടിമണി. വാ. ഇതാ, ഇത് കണ്ടോ കുട്ടിമണി? നമ്മൾ ഒരുമിച്ചേ കാട്ടിൽ വെച്ചെടുത്തതാ. നിന്നെ സഞ്ജു ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ നീ ഓടി രക്ഷപ്പെട്ടില്ലേ, അന്നെടുത്തതാ ഇത്. ദേ ഇത് കണ്ടോ? നീയും ശീലാവതി ചേച്ചിയും കൂടി ജലജരാക്ഷസിയുടെ സാരിയിൽ നായ്ക്കർണപ്പൊടി വിതറിയ കാര്യം പറയുന്ന വീഡിയോ ഇത്. നീതിനറിയാമോ, നായ്ക്കർണപ്പൊടി ദേഹത്ത് പറ്റിയുള്ള ഒരവസ്ഥ സ്വർഗം കണ്ടു. ആ പണിയാ ഇവരവർക്കിട്ട് കൊടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഗ്രഹാരത്തിലെ ഷോട്ട്സാ. ബ്യൂട്ടിഫുൾ. രാഹുലിന്റെ അമ്മയും ചേച്ചിയും ഇവളും ഒക്കെയുള്ള വീഡിയോ അല്ലേ, അത് കാണിച്ചു കൊടുക്ക്. ആ ദേ നോക്കിയ കുട്ടിമണി. ശരിക്കും കണ്ടോ കുട്ടിമണി? ഇതൊക്കെ എപ്പോഴാ നടന്നത്? ഞാൻ വയലൂരം വീട്ടിൽ നിന്ന് എപ്പോഴാ നിങ്ങളുടെ വീട്ടിലെത്തിയേ? ഒരു അപകടത്തിൽപ്പെട്ട് കുട്ടിമണിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. രാഹുലനാ അന്ന് രക്ഷിച്ച് നിന്നെ സംരക്ഷിച്ചത്. പക്ഷെ ഞാനിപ്പോ അതൊന്നും ഓർക്കുന്നില്ലല്ലോ. എന്റെ ഓർമ്മ പിന്നെയും നഷ്ടപ്പെട്ടോ? പിന്നെയും ഞാൻ അപകടത്തിൽപ്പെട്ടോ? അപകടത്തിലൊന്നും പെട്ടില്ല. പക്ഷേ രാഹുലിന്റെ വീട്ടിൽ വെച്ച് നിനക്ക് ബോധക്കേടുണ്ടായി. അപ്പോഴാ മനസ്സജൻ എന്ന് പറയുന്ന ആ ദുഷ്ടൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി ലൈല ഡോക്ടറുടെ ആശുപത്രിയിൽ പൂട്ടിയിട്ടത്. എന്നെ ആരും പൂട്ടിയിട്ടില്ല. എനിക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി ചികിത്സിച്ചതാ ഡോക്ടർ. അല്ല, ഒരു കാര്യം ഞാൻ കുഞ്ഞേട്ടനോടത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കുട്ടിമണി? കുറെ ദിവസം കൂടി മരുന്ന് കഴിച്ചാലേ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതായിരുന്നു. വയലൂരം വീട്ടിലേക്ക് മരുന്ന് തരാൻ ഒരാളെ കൂട്ടത്തിൽ വിടാമെന്നും പറഞ്ഞു. എന്തിയാ മരുന്നും അയാളും? അത് പിന്നെ അല്ല, എന്റെ സ്വമാറിന്റെ മരുന്ന് കഴിക്കണ്ടേ വേണ്ടേ? എന്താ ആരും എനിക്ക് മരുന്ന് തരാത്ത? അത് പിന്നെ മരുന്നും കൊണ്ട് ഒരാളെ വിടാന്ന് ലൈല ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ വിട്ടില്ല കുട്ടിമണി. എന്നാലേ ഡോക്ടറെ ഫോണിൽ വിളിക്കണം. ഇന്ന് തന്നെ അത് കുഞ്ഞേട്ടനോട് പറയണം, മനസ്സിലായോ? പറയാം. ഈ നീതു പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം കുട്ടിമണി. അല്ല, അതിന് രാഹുലിനെ കണ്ട കുഞ്ഞേട്ട ഉപദ്രവിക്കില്ലേ? ഇല്ലേ? അത് പിന്നെ നിനക്ക് വേണ്ടിട്ടേ ധൈര്യമായിട്ട് കുഞ്ഞേനോട് സംസാരിക്കാനും മടിയില്ലെന്നാ രാഹുല ഉദ്ദേശിച്ചത്. അല്ലേ രാഹുല? അതെ, എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ. കുട്ടിമണിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഞാനതങ്ങ് സഹിക്കും. എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ. ശരി കുട്ടിമണി, ഞാൻ പോയിക്കോളാം. ഏട്ടനോട് പറയാൻ പോലും സമയത്ത് ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നീ എല്ലാം കൊളവാക്കിയനെ രാഹുല. ഇളിക്കണ്ട, പൊയ്ക്കോ, ഞാൻ വിളിക്കാം. കരഞ്ഞു കരഞ്ഞ് മോള് പിന്നെ ഉറങ്ങി ബാല. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. മോളുടെ ശരീരത്തിൽ ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പനിയുടെ തുടക്കമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പച്ചമ്മ ചെയ്യുക? മോളിങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് ശരിയല്ല. ഇന്നലെ രാത്രി മുഴുവൻ കരഞ്ഞപ്പോ ഇന്ന് കിടന്ന് ഉറങ്ങിക്കോളുന്നല്ലേ നമ്മൾ വിചാരിച്ചത്. അതെ, പക്ഷെ ബാല, അമ്മിഞ്ഞപ്പാല് കിട്ടാത്തത് അവരുടെ സങ്കടത്തിന് കാരണം.
നിവർത്തി കെട്ടിട്ടാ ഇത്തിരി കുപ്പിപ്പാൽ അവള് കുടിച്ചത്. ഇനിയും നിവർത്തി കെട്ടാ കുടിച്ചേക്കും. പക്ഷെ കരഞ്ഞു കരഞ്ഞ് അവൾ ആകെ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വിചാരിച്ചാൽ ഇത് ശരിയാക്കാൻ പറ്റില്ല ബാല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സീതയുടെ മുമ്പിൽ പോയി സമസ്ത അപരാധങ്ങൾ പറഞ്ഞ് മാപ്പി ചോദിക്കണോ? അപ്പച്ചിമ്മ പറ. അവൾ ഇതുവരെ ഫോണിലൊന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. എങ്ങനെ വിളിക്കും? അവളുടെ വിചാരം ഞാൻ ലോക്കപ്പിലാണെന്നല്ലേ. മിക്കവാറും അവള് മുംതാസ് മാഡത്തെ പോയി കണ്ടു കാണും. അതറിയാനായി ഞാൻ മാഡത്തെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എങ്കിൽ വിളിക്കും മക്കളെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാലോ. ഞാൻ മുംതാസ് മാഡത്തെ വിളിക്കുകയായിരുന്നു, കിട്ടുന്നില്ല. ഞാൻ മുംതാസ് മാഡത്തെ വിളിച്ചിരുന്നു ബാലേട്ട. ബാലേട്ടനെ അന്വേഷിച്ച് പൂക്കൊടി മാമൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് മുംതാസ് മാഡം ഒഴിവാക്കി. പിന്നെ കുഞ്ഞിന്റെ കാര്യം ചോദിച്ചപ്പോൾ മനസ്സിന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞിനെ കുറിച്ച് താൻ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ വേണം. ആ പോലീസുകാർ മിടിക്കുക. പെമ്പിള്ളേരായാൽ അങ്ങനെ തന്നെ വേണം. അപ്പച്ചേമ്മ വിഷമിക്കണ്ട, നമ്മുടെ കുഞ്ഞുമണിയെ നമുക്ക് IPS കാരിയാക്കാം. പോടാ, കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചിലപ്പോ അവളെ IPS കാരിയാക്കിയെന്നിരിക്കും. കുട്ടാപ്പൂനെ കളക്കും. കുട്ടാപ്പൂനെ സീത നോക്കുന്നുണ്ടാവോ എന്തോ? ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ വനജയില്ലേ അവിടെ? കുട്ടാപ്പു തന്നെ സീതയുടെ മോനെന്ന് വനജയ്ക്ക് നന്നായിട്ടറിയാം. വിഷം കുത്തിവയ്ക്കാൻ ആ ശകുന്തളയും മോളും അങ്ങോട്ട് ചെല്ലാതിരുന്നാ മതി. ചെല്ലട്ടപ്പച്ചമ്മേ, അവിടെ നിന്ന് സ്വസ്ഥത കെടുമ്പോ സീതയെടുത്ത് കുട്ടാപ്പൂനെ എടുത്ത് താനെ ഇങ്ങോട്ട് പോന്നോളൂ. ഓ, കള്ളിപ്പെണ്ണ് പിന്നെയും ഉണർന്ന്. ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്. ബാലേട്ട, രവിയേട്ടൻ ഇങ്ങോട്ട് വിളിക്കുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ബാലേട്ടൻ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. നമ്മൾ രണ്ടുപേരും കൂടി ബാംഗ്ലൂർക്ക് പുറപ്പെടാൻ നിൽക്കുവാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അബദ്ധമാവും സിജ. അവൻ ചിലപ്പോൾ കുട്ടിമണി അവിടെ നിന്ന് മാറ്റും. രവിയേട്ടൻ എന്ത് ക്രൂരതയും ചെയ്യുമെന്ന് ബാലേട്ടൻ അറിയാം. എന്നിട്ട് ഒരു പോലീസ് കേസ് കൊടുത്ത് ഇങ്ങോട്ട് വരുത്താൻ മടിയല്ലേ? മക്കളെ, കുഞ്ഞുമണി മോളെ തീ പോലെ പൊള്ളുന്നു. ബാലേട്ട പിടിച്ച സിജ മോളെ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിക്ക് സിജ, ഞാനും വരാം. വേണ്ട ബാലേട്ട, ബാലേട്ടൻ ഒരു കാര്യം ചെയ്യും, പിച്ചളെ വിളിച്ച് SK ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാൻ പറ. ദൈവമേ, ഓ കാപത്തൊന്നും വരുത്തല്ലേ. പിച്ചളെ, സിജൻ കുഞ്ഞിനെ കൊണ്ട് SK ഹോസ്പിറ്റലിലോട്ട് പോയി. നീയും ചെല്ല്. പനിയായിട്ട് കൊണ്ടുപോയതാ. നീ ഒന്ന് വേഗം പോ. ശരി. സീത വന്നാലേ ശരിയാവൂ, എനിക്ക് ഉറപ്പാ. മണ്ണും ചാരുവെന്ന പോലീസുകാരി ഭാഗ്യമണി അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി അല്ലേ നാത്തൂനെ? ഒരു ചെയ്തുമില്ല. കുട്ടാപ്പു തന്നെ നമ്മുടെ കുഞ്ഞെന്ന് അറിഞ്ഞിരുന്നോണ്ട് ഇങ്ങനത്തെ വർത്താനം പറയരുത് നാത്തൂനെ. പിന്നെന്തിനാ വല്ലടനെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിട്ടത്? ഓ, കുട്ടാപ്പൂനെ കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നാ പോരായിരുന്നോ? എന്റെ സീതമോക്കും കുഞ്ഞുമണിമോക്കും ഞാനും എന്റെ മോളും മാത്രം. പെറ്റവളുടെ മനസ്സിൽ ഇങ്ങനെ വിഷമല്ലേ? ഇതേ നാത്തൂനെ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത്രയും ആർത്തി പാടില്ല. ഉള്ളത് പറയുമ്പോ ഞാൻ ആർത്തിക്കാരി, നിങ്ങളൊക്കെ പരിശുദ്ധകളും അല്ലേ? പരിശുദ്ധകളാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും കാശിന്റെ കനം വെച്ച് ഞങ്ങള് ബന്ധങ്ങളെ അളക്കാറില്ല. ഓ അങ്ങനെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കാശ് സ്വത്തൊന്നും വേണ്ടെങ്കിൽ ഈ വീടും പറമ്പും കൂടി എന്റെ പേര് എഴുതിത്താ. അതെന്തിനാ? ചുമ്മാ ഇരിക്കട്ടെന്നേ. നാത്തും കളി പറയുവാണോ? കണ്ടോ, ഇപ്പൊ കാശിന് വില വന്നു. ബന്ധമാ വലുതെങ്കിൽ സ്വത്തെഴുത്തരുന്നതിന് എന്താ കുഴപ്പം? ഞാൻ നാത്തൂനെ പ്രിയപ്പെട്ട നാത്തൂനല്ലേ നാത്തൂനെ? നിങ്ങളോട് വാദിച്ച് ജയിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. എന്നെ വിട്ടേക്ക്. ഓ, വല്യണ്ണ, പോയ കാര്യം എന്തായി? കുഞ്ഞിനെയും ബാലനെയും കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? പറയാം, നീ സീതയെ കൂടെ വിളിക്കും. നിങ്ങൾ എന്റെ കുഞ്ഞുമണി മോളെ കണ്ടോ? ഒറ്റ ചവിട്ട് വെച്ച് തരും. സീത കൂടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലടി. ഭാര്യയോട് ഇത്തിരി നേരത്തെ പറഞ്ഞാൽ എന്താ? ഭാര്യ പിടിച്ച് ചെവരത്തേച്ചളയും. കണ്ണോടി നിനക്ക്. എന്താ അമ്മാമ്മേ, എന്റെ മോൾ എവിടെയാ? അമ്മാമ്മ കണ്ടോ? ഞാൻ മുംതാസ് മേഡത്തിനെ പോയി കണ്ടു. ബാലനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയെന്നാ അവര് പറഞ്ഞത്. കുഞ്ഞുമണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വിട്ടൊന്നും പറഞ്ഞില്ല. അതിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ച് അവരെന്നെ വിരട്ടി. വഴക്കിനും വക്കാണത്തിനൊന്നും വേണ്ടിയല്ല അമ്മാമ്മയ്ക്ക് പറയാൻ മേലായിരുന്നു. മോൾ എന്തായി പറയുന്നത്?
നമുക്കൊരു നിലയും വിലയും ഓ ഇല്ല. പിന്നെ നിലയം വില പഴയ ഗുണ്ട പറഞ്ഞാ ഇപ്പൊ ഉണ്ട വിശ്വസിക്കും. എടീ, അധിക പ്രസംഗം വേണ്ട. എന്റെ കുഞ്ഞെവിടെയാണെന്ന് കണ്ടുപിടിച്ച് താ അമ്മാമ്മ. ഈ വയസ്സാം കാലത്ത് എനിക്ക് അതിനുള്ള ആവതുണ്ടോ? നകുലിനോടോ മറ്റോ പറഞ്ഞു നോക്കട്ടെ. ബെസ്റ്റ്. പണ്ട് കുഞ്ഞുണ്ണി അന്വേഷിച്ച് പോയിട്ടേ കൊണ്ടുവന്ന തെണ്ടിക്കൊച്ച ഇപ്പൊ കുട്ടാപ്പു എന്ന് പറഞ്ഞ് അകത്ത് കിടന്ന് കാറുന്നത്. ഇനി അവൻ കുഞ്ഞുണ്ണി അന്വേഷിച്ചു പോയാലേ വേറെ കൊച്ചിനെ കൊണ്ട് വരും. കൊച്ചാപ്പു എന്നും വിളിച്ച വയലോരം വീട്ടുകാർ ഇവിടെ കൊണ്ടിട്ടിട്ട് പോവുകയും ചെയ്യും. ആഞ്ഞു പിടിച്ച ഇവിടെ നമുക്കൊരു ശിശുമന്ദിരം ആക്കാം. ആരും കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അമ്മാമ്മയ്ക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പോയി എന്റെ മോളെ കണ്ടുപിടിച്ചോളാം. Yeah.